ഈ പളപള തിളയ്ക്കുന്ന ഈ മീൻകറി കാണുമ്പോൾ എനിക്കങ്ങ് സങ്കടമാണ് കേട്ടോ. രാവിലെ ഏട്ടനെ കൊണ്ടുപോകാൻ മീനൊക്കെ സെറ്റാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ എല്ലാം കാപ്പിക്ക് റെഡിയാക്കി പകുതി ആയപ്പോഴേക്ക് കുഞ്ഞുണർന്നു കേട്ടോ. പിന്നെ ആകെ കലബിലയായി. അവളെപ്പോഴും പാൽ കുടിക്കും കേട്ടോ. പിന്നെ പോയി പാൽ കൊടുത്ത് ഉറക്കാമെന്നുള്ളത് നോക്കിയപ്പോൾ ഉറങ്ങണില്ല, പാൽ കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഏട്ടന് കൊടുത്തു വിട്ടേട്ടാ. പിന്നെ അതാണ്ട് ഏട്ടൻ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പിന്നെ താണ്ട ഞങ്ങൾ ആ ചോറൊക്കെ ഇതായി അങ്ങനെ എല്ലാം വാർത്ത് വെച്ച് മീൻകറിയും നോക്കിയപ്പോൾ എല്ലാം സെറ്റായി കേട്ടോ. വിഞ്ചേട്ടനാണെങ്കിൽ മീൻകറി ഭയങ്കര ഇഷ്ടം കേട്ടോ. മീൻകറിയും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ അങ്ങനെയൊക്കെ കൊടുത്തു വിടാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചേ. അപ്പോൾ അതൊന്നും നടന്നില്ല. പിന്നെ താണ്ട് ഞാൻ പിന്നെ കുറേ പാത്രം ഉള്ളതൊക്കെ കഴുകി വെച്ച് പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കാമെന്ന് വെച്ച്. ഇനി പണിയൊന്നും ഇല്ലല്ലോ, ഇനി പോയി കുളിക്കണം കഴിക്കണം ഒക്കെയുള്ളൂ. അങ്ങനെ പിന്നെ തൂത്ത് വാരിയിട്ടൂടെ പോയി. അതാകുമ്പോൾ പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ എണീക്കത്തില്ലല്ലോ. അങ്ങനെ താണ്ട അവൾ അലങ്കോലമാക്കിയിട്ടതൊക്കെ ഞാൻ അവളെ കൊണ്ടെല്ലാം പറക്കി വെപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് താണ്ട പിന്നെ അവിടെയൊക്കെ പോയി തൂക്കുക. ഈ പറക്കി വെക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. എല്ലാം വാരി എറിയും, പല വഴിക്കാവും. പിന്നെ താണ്ട ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാൻ പോകണം കേട്ടോ. ഞങ്ങൾ ഇപ്പം വാങ്ങിച്ച ബെഡാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മറ്റേ കവറുണ്ടല്ലോ, അത് ബുക്ക് ചെയ്തതേ ഉള്ളൂ, ഇനി അത് വരുത്തതേ ഉള്ളൂ. അങ്ങനെ താണ്ട പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എല്ലാം തൂത്ത് വരാമെന്ന് വെച്ചു. അങ്ങനെ താണ്ട ഞാൻ തൂത്ത് വരട്ടെ. ഇങ്ങനെ തൂത്ത് വരുമ്പോൾ അടിയിൽ നിന്നൊക്കെ ഓരോന്ന് കിട്ടാറുണ്ട്. എല്ലാ ചേച്ചീൻ്റെ കളിപ്പാട്ടങ്ങളാട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒക്കെ ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി എന്താ, ഇനി പോയി കുളിച്ചിട്ട് വരാവേ. അപ്പോൾ താണ്ടേ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ചിച്ചുവിനെ കുളിപ്പിക്കണം. കുറച്ച് തുണിയുണ്ട്, അത് കുതിർത്ത് വെക്കണം. നമുക്കിവിടെ ഷീറ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല കേട്ടോ. അപ്പോൾ കഴുകിയ തുണികളൊക്കെ ഉണങ്ങാൻ ഉച്ചയാവും. അപ്പോഴേക്ക് ഞാൻ കുതിർത്ത് വെച്ചാൽ അത് ഉണങ്ങുമ്പോഴേക്ക് ഇത് കഴുകിയിടാനുള്ള ഉദ്ദേശത്തിൽ ഞാൻ എല്ലാം കുതിർത്ത് വെക്കുവാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും മഴ സമയത്ത് നല്ല ഇതാട്ടോ, നമുക്ക് തുണി ഇടാനൊക്കെ സൗകര്യമുണ്ട്. വെയിൽ സമയത്ത് തോന്നും അയ്യോ ഇച്ചിരി വെയിൽ കിട്ടിയായിരുന്നെങ്കിലെന്ന്. അങ്ങനെ താണ്ട് പിന്നെ പുട്ടും കടലയൊക്കെ കഴിക്കാൻ പോവുക കേട്ടോ. ചിച്ചൊരു ഭയങ്കര ഇഷ്ടമാണ് മുട്ടയില്ലേ, അവളെപ്പോഴും ചോദിക്കും എന്തേ മുട്ടയെന്ന്. അതുകൊണ്ട് ഇവിടെ എപ്പോഴും മുട്ട വാങ്ങിക്കുന്നത്. അങ്ങനെ പണ്ട് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്ത് പോയി കഴിക്കാം കേട്ടോ. ഞങ്ങൾ വെഞ്ചിട്ട് ഇല്ലാത്തപ്പോൾ പുറത്തിരുന്നാണ് കഴിക്കുന്നത്. അവൾക്ക് അവിടെയൊക്കെ ഓടി നടന്നൊക്കെയാണ് കഴിക്കുന്നത്. ഇപ്പം എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ ഓട്ടം തുടങ്ങും. ഓട്ടം തുടങ്ങിയാൽ പിന്നെ അങ്ങ് വരെ ഓടും. ഒരു സൈക്കിൾ കൊടുത്ത് അങ്ങ് ഓട്ടമാണ്. അങ്ങനെ താണ്ട് ഞങ്ങൾ പുട്ടും കടലയൊക്കെ കഴിക്കുകയാണ്. താണ്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ കൊടുത്ത് പക്ഷെ കഴിച്ചോളൂ ആളെ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം വാരി ഇട്ടിട്ടുണ്ട്. ഇനി എന്താ, ഇനി ഒന്നുമില്ല പരിപാടി. ഇനി എന്താ, പോയി ബൈ ബൈ.